ഹലോ ഹായ് നമസ്കാരം. ചോട്ടാ മുംബൈ രണ്ടാമത് റിലീസ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ചോട്ടാ മുംബൈ സിനിമ കണ്ടു. 18 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ സമയത്ത് 2 തവണയാണ് ഈ സിനിമ കണ്ടത്. ഇപ്പൊ രണ്ടാമത് റിലീസായപ്പോൾ കണ്ടപ്പോഴും ആ 18 വർഷം മുമ്പുള്ള ആ ഒരു ഫ്രഷ്നെസ് ഈ സിനിമക്ക് ഇപ്പോഴും ഉണ്ട്. ഇനിയും ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും റിലീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അന്നും ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ചോട്ടാ മുംബൈ. അൻവർ റഷീദാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. തിരക്കഥ എഴുതിയിരിക്കുന്നത് ബെന്നി പി നായരമ്പലമാണ്. മലയാള സിനിമയിലെ ഒരു ടോട്ടൽ എന്റർടൈൻമെന്റ് മൂവി എന്ന് തന്നെ പറയാം ചോട്ടാ മുംബൈനെ. അപ്പൊ ഈ സിനിമ നമ്മൾ രണ്ടാമത് തിയേറ്ററിൽ റീവാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നിമിഷം പോലും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒരു ആഘോഷമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ സന്തോഷത്തോടെ കൈയടിച്ച് കണ്ടു തീർക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ചോട്ടാ മുംബൈ. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കണ്ട് ആഘോഷിക്കാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രൗഡഡ് തിയേറ്ററിൽ ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ചോട്ടാ മുംബൈ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഈ സിനിമയിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഹൻലാൽ തല എന്ന കഥാപാത്രമായിട്ട് ആറാടുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ലാലേട്ടന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഈ സിനിമയിൽ. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ക്യാരക്ടർ കാണുമ്പോൾ എന്ത് ഈസി ആയിട്ടാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് അടിപൊളിയായിട്ടാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിപ്പോൾ കാണുമ്പോൾ എന്ത് എനർജറ്റിക് ആയിട്ടാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിലെ ഇമോഷൻ സീൻസിലും കോമഡി സീൻസിലും ആക്ഷൻ സീൻസിലും ഒക്കെ അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരുടെ ലിസ്റ്റുകൾ ഇങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. മോഹൻലാലിന്റെ ഗ്യാങ്ങിലുള്ള സിദ്ദീഖ്, ബിജുക്കുട്ടൻ, മണിക്കുട്ടൻ, ഇന്ദ്രജിത്ത്, പിന്നെ ജഗതി വരുന്നുണ്ട്. ജഗതി, രാജൻ പി ദേവ്, സായ് കുമാർ, അങ്ങനെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചേക്കുന്നത്. പിന്നെ ഈ സിനിമയിലെ പാട്ടുകൾ രാഹുൽ രാജാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പൊ സോങ്സ് ഒക്കെ ശരിക്കും ഒരു ആഘോഷമാക്കിയാണ് തിയേറ്ററിൽ പ്രേക്ഷകർ വരവേൽക്കുന്നത്. അപ്പൊ ഒരു ക്രൗഡഡ് തിയേറ്ററിൽ മസ്റ്റ് വാച്ച് മൂവിയാണ് ചോട്ടാ മുംബൈ. കാണുക, ആഘോഷിക്കുക. ഇനിയും ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്യുമായിരിക്കും. അന്നും ഈ ഒരു വരവേൽപ്പ് തന്നെ ഈ സിനിമക്ക് കിട്ടും. അത്രയും ഒരു പെർഫെക്റ്റ് എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ് ചോട്ടാ മുംബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.